റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു. ജിദ്ദയിൽ നടന്ന യുക്രൈൻ US ചർച്ചയിലാണ് 30 ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതം അറിയിച്ചത്. യുക്രൈനുള്ള മാനുഷിക സഹായം തുടരുമെന്ന് ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ നീണ്ടു ജിദ്ദയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ച. റഷ്യ യുക്രൈൻ സമാധാനത്തിനായി സൗദിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പ്രതീക്ഷിച്ച പോലെ ഫലം കാണുന്നതായി സംയുക്ത പ്രസ്താവന പറയുന്നു. 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചു. വെടിനിർത്തലിന് റഷ്യയുടെ കൂടി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇടക്കാല വെടിനിർത്തൽ നീട്ടാനുള്ള സാധ്യതയ്ക്കും യുക്രൈൻ സമ്മതം അറിയിച്ചു. യുക്രൈനുള്ള സുരക്ഷാ സൈനിക സഹായങ്ങൾ അമേരിക്ക പുനരാരംഭിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കൽ അമേരിക്ക പുനരാരംഭിക്കും. യുക്രൈനിൽ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരും. യുദ്ധ തടവുകാരുടെ കൈമാറ്റവും സിവിലിയൻ തടവുകാരുടെ മോചനവും ഉണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങളും ചർച്ചയുടെ ഭാഗമാകണമെന്ന ആവശ്യം യുക്രൈൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് തുടങ്ങിയവരും, യുക്രൈന്റെ ഭാഗത്തുനിന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് മേധാവി ആൻഡ്രി യെർമക്, വിദേശകാര്യമന്ത്രി ആൻഡ്രി സിഫ, പ്രതിരോധ മന്ത്രി റുസ്താം ഉമറോവ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്ക് മുന്നോടിയായി തിങ്കളാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ജിദ്ദയിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ.